നമുക്ക് രാവിലെ തന്നെ ഉള്ളത് ജാസിന്റെ ഒരു കൊറിയർ എത്തിക്കണേ DTDCന്ന്. നിങ്ങൾക്ക് പല വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം, ജാസിന്റെ ഇവിടുത്തെ ഇൻഫോർട്ടൻസിന്റെ കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മളവിടെ ഹോളായിട്ട് എടുക്കണ്ടേന് അതിനുള്ള കംപ്ലൈന്റ് നടക്കൂല, നന്നാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മള് സാധനം പുതിയ ഓർഡർ ചെയ്തിട്ടാ. അത് സ്റ്റോക്കാണ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ അല്ല, സെയിം കമ്പനി സാധനം തന്നെയാണ്. കാരണം അതിനുള്ള ഓഡിയോ ക്വാളിറ്റി ഒന്നും പോകണ്ട വെച്ചിട്ട്, പിന്നെ അതിന്റെ ആവശ്യമില്ല വണ്ടി മട്ടോ, അങ്ങനത്തെ യൂസിനുള്ള വണ്ടിയാണ്. അപ്പൊ സാധനം നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. അതാണ് സാധനം. അങ്ങനെ സാധനം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയി ജാസിൽ വെച്ചിട്ടാ നമുക്ക് വണ്ടി ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ നിന്ന് ഫിറ്റിംഗ് എടുക്കുള്ളൂ, ഇവിടെ ടൂൾസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫിറ്റിങ്ങിന് കുറച്ച് വീഡിയോസൊക്കെ നോക്കി. ഇപ്പൊ നമ്മൾ ഇതിന്റെ പാനലൊക്കെ കൂട്ടി. ഇതാണ് ഗൈസ് ബ്രാൻഡ് ന്യൂ ഇൻഫോർടൈൻമെന്റ്. ഇതിന്റെ പഴയ ഇൻഫോർടൈൻമെന്റ് ആട്ടോ അവിടെ ഉണ്ട്. ഇത് പുതിയ പുറത്ത് കിട്ടാം. ഓക്കെ സാധനം അങ്ങനെ കുറച്ച് നേരത്തെ പണിന്റെ ശേഷം ആ ഫിറ്റിംഗ് ആയിട്ട് പക്കാക്കിയിട്ട് ആണ്ട് തീർത്തു. പിന്നെ അതിന്റെ പാർട്സ് ഒക്കെ തിരിച്ചയുമ്പോൾ തന്നെ കയറ്റി. ഇനി ഇതിന്റെ കുറച്ച് വർക്കിംഗ് വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇതുണ്ട ഇങ്ങനെ ഉണ്ടാവട്ടെ, സ്റ്റോക്ക് സാധനമുണ്ട്, ഇങ്ങനെയുള്ള ഓരോ ലിമിറ്റേഷനും. പക്ഷേ റിവേഴ്സ് ക്യാമറ സ്വിച്ച് എല്ലാം പക്ക വർക്കിംഗ് ആണ് സാധനം.